എന്തോന്ന് സത്യം മേശ്ശേരി? സൺഷൈഡ് ഇപ്പം വാർക്കണേ പ്രശ്നം ഉണ്ടെന്നാ? പ്രശ്നമൊന്നുമില്ല, നിങ്ങളാണ് പ്രശ്നം. നിങ്ങളാണ് ഈ പണി വൈകിക്കുന്നത്. വേറെ വല്ലവരാണെങ്കിലാ ഇപ്പോൾ ഉടമസ്ഥന് താക്കോൽ എടുത്ത് വീട്ടിൽ കയറി താമസിച്ചിരുന്നവർ പറഞ്ഞതല്ലേ ഈ മാസം തന്നെ വീട് പൂർത്തിയാക്കി കൊടുക്കണമെന്ന്. ഉടമസ്ഥന് വാക്ക് കൊടുത്തല്ലേ? പിന്നെന്ത്? ആ സൺഷൈഡ് വാർത്ത് കഴിയുമ്പോൾ എന്നെ വിളിക്കണം. നേരത്തെ പറഞ്ഞ പോലെ പണിക്കാർ എത്ര പേരെ വേണം വിളിച്ചോ. ഹലോ. ആ പാറുവിൻ്റെ സ്കൂളിൽ നിന്ന് മിസ് വിളിച്ചിട്ടുണ്ടായിരുന്നേ. പാറു ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കണില്ലാന്ന്. ഇന്നലെ വിളിച്ചേ. ആ ഇഷ്ടംപോലെ പണി കിടപ്പുണ്ട് ഇവിടെ. ഇന്ന് രാവിലെ വിളിച്ചെന്നേ. പാലേ അതിപ്പോൾ എനിക്ക് പണി കിടക്കണം ഇവിടെ. ഹലോ, കട്ടായില്ലേ ഇതരെ? വച്ചിട്ട് പോവുമായി. ആ കട്ടാക്കാതല്ല, കേട്ടോണ്ടിരിക്കാനാ. ആ ശരി. ഓ കട്ടാക്കി. അപ്പൊ ഇന്ന് പട്ടിണിയും പച്ചവെള്ളവും. എന്താ എന്തോന്നാണ് എന്തെങ്കിലും പറഞ്ഞ ആംഗ്യ ഭാഷ കാണിക്കണേ? ഞാൻ ആംഗ്യ പ്രശ്നം. നിനക്ക് എന്തോന്നാണ് പ്രശ്നം? എനിക്ക് എന്തിനാ പ്രശ്നം? എനിക്കൊരു പ്രശ്നമല്ല. എന്താണ് നിനക്ക്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാ തുറന്ന് പറ. ശരി. പൊള്ളിയാ പൊള്ളിയാ. ചേച്ചി മാറ. ഞാൻ വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം. എന്തരമ്മ രാവിലെ പോലും മൊത്തം പാളുവാണല്ലേ? ഡേ ചുമ്മാ ഇരുന്നാണ്. ചേച്ചിയുടെ മൂഡ് രാവിലെ ശരിയല്ല. ചുമ്മാ ഇരിക്കാന് അമ്മയല്ലേ പറഞ്ഞു. ഇപ്പൊ വാർന്ന് എന്തേലും പറയേ. കേശു, സാഹചര്യം അനുസരിച്ച് സംസാരിക്കാൻ പഠിക്കണം. കഷ്ടമായില്ല. ഞാൻ സംസാരിച്ചാ പ്രശ്നം, ആംഗ്യഭാഷ കാണിച്ചാ പ്രശ്നം, മൊത്തം പ്രശ്നം. ഒന്നും ചെയ്യണ്ട, ഒന്നും മിണ്ടായിരി. എന്തോ ചേച്ചി ഞാൻ ചെയ്യാം. ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? എന്തോ പറ. പാറുവിനെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. എന്നിട്ട് എന്തോ പറഞ്ഞു? മായ ടീച്ചറാണ്. അവളൊന്നിലും ഫോക്കസ് ചെയ്യണില്ലാന്ന്. ചെറുതല്ലേ ചേച്ചി, അവള് പഠിച്ചോളൂ. ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. അതൊന്നും അത്ര വലിയ കാര്യമാക്കണ്ട. കൊച്ചു പഠിക്കണത് കാര്യമാക്കണ്ടെന്നല്ലേ ചേച്ചി? അവള് ചെറുതല്ലേ, അവള് ശരിയായിക്കോളൂ. അല്ലെങ്കിലും പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ എന്താണ് കണ്ണു കണ്ടോടി? മാവൊക്കെ ഫ്രിഡ്ജിലല്ലേ വെക്കണത്? എങ്ങനെ തറയാവുന്നേ? വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞത്. എന്റെ അമ്മേ വിട്. പാറു ഫോക്കസ് ചെയ്യണല്ലോ സ്റ്റഡീസ്. ഫോക്കസ് ചെയ്യുന്നില്ല. ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനാ ചേച്ചി രാവിലെ വല്ല ടെൻഷൻ. അതിന് ടെൻഷൻ അടിക്കുന്നില്ല. അവള് കൊച്ചല്ലേ, അവള് പഠിച്ചോളൂല്ലോ. അതാണ് ഞാനും പറഞ്ഞു. ചേച്ചി ഭയങ്കര ടെൻഷൻ. അവള് MBBS ഒന്നുമല്ലല്ലോ പഠിക്കുന്നത്, നേഴ്സറിയിലല്ലേ. ഇവിടെ ഓരോന്നിനെ പഠിപ്പിച്ചിട്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ലല്ലോ ഇതുവരെ. ഉണ്ടായ ആർക്കെങ്കിലും? നിന്നെയാണോ കേശു? ചേച്ചിയെ മാത്രം ഉദ്ദേശിച്ച ആണല്ലേ? എന്നാ പിന്നെ നിങ്ങളുടെ സംസാരം കണ്ടിന്യൂ ആയിക്കോ. ഞാൻ പോവാ. ഞാൻ നാളെ പടവലത്ത് വീണു. വരുന്നുണ്ടാ? വരുന്നുണ്ടാ? ചെറിയൊരു കാര്യം പറയട്ടാ. എനിക്ക് തോന്നാറുണ്ട് ഈ വീട്ടിൽ ആളെണ്ണം കൂടുതലാണ്. ഓ ഞാൻ ഇപ്പൊ വരണ്ടായിരുന്നു, ഞാൻ പോണമെന്ന്. ചായ കുടിക്കണ്ടേ നിനക്ക്? അവിടെ കണ്ടില്ല. ചായ കുടിക്കണമെന്ന്. ഇത് കുടിച്ചോ, ഇത് ചേട്ടന് കൊണ്ട് കൊടുത്തോ. ചായ എന്തോന്ന് ബോധമില്ലേ? ചായ എടുത്താ കപ്പ് വരുന്ന കൊടുത്തിട്ട് ചായ കുടിക്കാനാ? എന്ത് വിചാരിച്ചാ നടക്കണത്? ഇത് നാടോ? ചായ പിന്നെ ഒന്ന് കുടിക്കാം. ഈ ദോശ മാങ്ങ ഫ്രിഡ്ജിൽ വെച്ചേക്ക്. ചൂടുണ്ട്, കഴിക്കണ്ട. ഇവിടെ കൂടുതൽ തിന്നിട്ട് എല്ലിൻ്റെ കയറിയിട്ടാണ് ഓരോന്ന് കുത്തി കുത്തി നടക്കണേ. ഇവിടെ സമാന സമയത്ത് ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ടാവുമല്ലോ എല്ലാ സാധനവും. ഭക്ഷണം അധികമായിപ്പോയി, അതിൻ്റെ കുഴപ്പമാണ്. തുറന്നാൽ തർക്കുത്തരം കയറി വരുമ്പോഴേ. ദോശമാവ് തറയിലാണ് പോലും. ഇവിടൊക്കെ എന്തിനാണോ പഠിക്കാൻ പോയത്? പഠിച്ചിട്ട് കല്യാണം കഴിച്ച് ഇവിടെ കുത്തിയിരിക്കുക, ഒരു ജോലിക്കും പോവാതെ. എന്നാൽ വീട്ടിലെന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? അതുമില്ല. ഞാൻ തുടച്ചോളാം, അവിടെ വെച്ചേക്ക്. ഞാനല്ലേ ഇട്ടത്, ഞാൻ തുടച്ചോളാം. ഞാൻ ചെയ്യാൻ ചേച്ചി. കൊച്ചാ അങ്ങോട്ട് പോയിക്കോ. സോറി പോയിക്കോ. പോയിക്കോ. കുഴപ്പമില്ല. ഇല്ല പോയിക്കോ. എൻ്റെ മൂടി ശരിയല്ല. ഇവിടെ ഞാൻ കൊച്ചിനെ കൂടി എന്തെങ്കിലും പറഞ്ഞു. അതല്ലമ്മ, പാറുവിന് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. പക്ഷേ
ഇപ്പം എനിക്ക് ടെൻഷനാവണമ്മ. ആ ആ ഇല്ല, ഇവിടെ വീട്ടിലിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാനും ലച്ചുവൊക്കെ മാറി മാറി പഠിപ്പിക്കണല്ലേ, അതിനൊന്നും കുറവൊന്നുമില്ല. അയ്യോ അത് ശരിയാവില്ല. കേശുവിൻ്റെ ഒപ്പം എപ്പോൾ ഇരുന്നാലും അടിയാണ്. പിന്നെ ചുമ്മാ ആവശ്യമില്ലാത്ത വാശി മൊത്തം അവൻ്റെ അടുത്ത് എടുക്കണം. ഓ, ഞാനത് വിചാരിച്ച് ഡോക്ടറെ കാണിക്കാന്നൊക്കെ. പിന്നെ നമ്മൾ ഈ ക്ലാസ്സിലെ മിസ്സിനോടൊന്നും കൂടെ സംസാരിച്ചിട്ടേ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചാ. ആ എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ശരി, ഓക്കെ അമ്മ, ഓക്കെ. രാവിലെ എന്ത് ടെൻഷനും ദേഷ്യവും? ഞാൻ നെയ്യാറ്റിങ്ങരായാലും അമ്മ വിളിച്ചിട്ട് സംസാരിക്കായിരുന്നു. ഏ പാറുവിൻ്റെ കാര്യം അവള് മിസ് പിന്നെയും വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് എനിക്കാകെ ടെൻഷനായിട്ട് വയ്യ. ചേച്ചി ഇപ്പോഴും അത് ഓർത്തോണ്ടിരിക്കുകയാണോ? ഞാൻ ഈ കാര്യം കൊച്ചിൻ്റെ കാര്യം ബാലുവിനോട് പറഞ്ഞിട്ട് കേട്ട ഭാവം പോലും നടിച്ചില്ല. കുഴപ്പമില്ല, ഞാനെന്തായാലും ഇന്ന് മിസ്സിനെ പോയി ഒന്ന് കാണാമെന്ന് വിചാരിച്ച്. ചേച്ചിക്ക് ടീച്ചറിന്റെ വീട് അറിയോ? ഓ അറിയാം, വാഴക്കല ജംഗ്ഷനിൽ. അവിടെ നിനക്കറിയാടാ കേശു? മറ്റേ ഹോട്ടലിന്റെ സൈഡില്. ഓ അത് തന്നെ. അമ്മ, ഈ പാറു ഈ പ്രായത്തിലേ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ലെന്നൊക്കെ പറയുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ? ഈ കേശുവും ശിവയൊക്കെ പ്രായത്തിൽ അതിനപ്പുറമായിരുന്നു. അതിപ്പോ ഞങ്ങളുടെ കാര്യം എന്തിനാ ഇപ്പൊ ഇവിടെ പറയണേ? പിന്നെ ഈ വീട്ടിലെ പിള്ളേരുടെ കാര്യം പറയുമ്പോ നമ്മുടെ കാര്യമല്ലേ പറയേണ്ടത്? ഞാൻ ഇപ്പൊ പിള്ളേരില്ലല്ലോ, ഞാൻ ഇപ്പൊ വലുതായില്ലേ? നീ പിള്ളേരായിരുന്നില്ലേ? അതിന് അപ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. എന്തോന്നടേ, ഇപ്പൊ അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടെ പാറിന്റെ കാര്യമല്ലേ വിഷയം. അതാ ഞാൻ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത്ര വലിയ കാര്യമുള്ള കാര്യമാണോ? അത് കാര്യമാണ്. കാരണം ഞാനും കുറച്ചു നേരത്തെ വിചാരിച്ചു ഇത് വലിയ കാര്യമല്ലെന്ന്. പക്ഷെ ഇപ്പോഴും പിന്നെയും ടീച്ചർ വിളിച്ചെന്ന് പറയുമ്പോൾ അതിലെന്തോ കാര്യമില്ലേ? ഇപ്പൊ ചേച്ചിയുടെ പ്രശ്നം എന്താണ്? പാറ കൂട്ടി ശ്രദ്ധിക്കുന്നില്ലെന്നാണ് അതോ അളിയും ഗവനിക്കില്ലെന്നാണ്? രണ്ടും അല്ലേ അമ്മ? അല്ല, അങ്ങനെ എൻ്റെ കൊച്ചിൻ്റെ കാര്യം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചില്ലോ അതെനിക്ക് പ്രശ്നമല്ല. എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ആ പറയടാ പറഞ്ഞു. ആ ആണോ? ആ ശരി. അയ്യോ ചേട്ടാ ഇത് എവിടെ പോണം? ഓ, ചേട്ടൻ ഇതെവിടെ പോണു? ചേട്ടൻ എപ്പോഴും പറഞ്ഞിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. ചേട്ടൻ എവിടെ പോണു? അല്ല, അല്ലെങ്കിലും അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ലല്ലേ. പാറു കൊച്ചല്ലേ, കൊച്ചാകുമ്പോൾ അത്ര വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ അല്ലേ? പക്ഷെ ഉണ്ടല്ലോ, അച്ഛൻ മൈൻഡ് ചെയ്യാത്തത് അമ്മയുടെ വലിയൊരു പ്രശ്നമാണ്. പക്ഷെ ആ കാര്യം അമ്മ തുറന്ന് സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അത് പിന്നെ അല്ലായിരിക്കുമോ? ഈ അളി എന്ത് ഇങ്ങനെ? മര്യാദക്ക് പഠിച്ചുകൊണ്ടിരുന്ന കൊച്ച ഞാൻ പഠിപ്പിച്ചോണ്ടിരുന്ന അത് കാണാനും ഉണ്ട് ഇപ്പോ. എന്തോന്ന്, ഞാൻ കോളേജിൽ കുറച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. ഇതാ കിടക്കണ പാറിന്റെ അവസ്ഥ കണ്ടാ? ഒരാളില്ല വേറെ ശ്രദ്ധിക്കാൻ, ഞാൻ മാത്രം ഉണ്ട്. നടക്കുക മൂത്ത ഏച്ചി എന്നും പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒന്ന് പഠിപ്പിച്ചൂടെ ആ കൊച്ചിന്? മനസ്സിലാവുന്ന രീതിയിൽ 4 അക്ഷരം നീ പഠിപ്പിച്ചൊക്കെ മതി. ഇനി എന്റെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചോളാം. കാണാ കാണാ പാവം കൊച്ചിന്റെ അവസ്ഥ. നീ പോടേർക്ക. പൂക്കാലം വലം കൈയിലേന്തി വസന്തം വസന്തം മധുവായി. പിന്നെ വേറെന്താണ് വിശേഷം? മാമ എന്തൊക്കെയുണ്ട് വിശേഷം? നീ വന്നോ, ഒരു കാര്യം പറയട്ടെ. എന്നെ രാമ കൂട്ട് അതൊന്നും ഇങ്ങോട്ട് എഴുത്, കുഴപ്പമില്ല. എഴുത് പാറ, ഒന്നിട്ട് വേറെ തരാം. കൊച്ച മര്യാദക്ക് എഴുത്. ഇത് നീ കംപ്ലീറ്റ് ചെയ്യുന്നാ. 10 + 10 എത്രയാ? 20. അതെഴുത്. ഓക്കെ. 5 + 6 11. 4 + 4 4 + 4 4ന്റെ കൂടെ 4. എന്താണ്? ഇവിടെ വേണമെങ്കിൽ കൂടെ കൂട്ടിക്കോ. ഞാൻ നിന്നോളെ കൂടെ കൂട്ടണേ? അല്ല, കോൺട്രാക്ടറിന്റെ പുതിയ കണക്കപ്പിള്ളയായിട്ടേ അത്യാവശ്യം നല്ലോണം കണക്കൊക്കെ ചെയ്യുന്നുണ്ട്. ആണാ? അതിന് ഇരേ ഇത് കൂട്ട്. 4 + 4 നീലോ എന്ത് മോളെ കണ്ട? പാറുകുട്ടിയെ കണ്ട? ഞാൻ കാണാത്ത കൊച്ചൊന്നും അല്ലല്ലോ ഇരിക്കണത്. 3 4 എത്രയാ? 8. അമ്മ ഇവിടെ കണക്കൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മയ്ക്ക് എന്തിനാ ഇത്ര ടെൻഷൻ? ചെയ്യണ്ട. ആ അതെ, നിനക്ക് ആ ഇംഗ്ലീഷും സയൻസും കൂടി ഇതേപോലെ പഠിച്ചുകൂടെ? ഇത് ചക്രമുത്താണ്, ചക്രമുത്ത് അല്ലേ? കുഞ്ഞ് നല്ലോണം പഠിക്കുമോ അല്ലേ? പഠിക്കില്ലേ? വരുമ്പോ വന്നേ. എഴുതിക്കോ.
ഓ എന്തൊക്കെയാണ് നീരമ്മയ്ക്ക് ടെൻഷൻ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അമ്മ കേശുവിനെയും ശിവേനെയൊക്കെ പണ്ട് പഠിപ്പിച്ചതിനേക്കാളും ഭേദമാണ് ഇവിടെ പഠിപ്പിക്കാൻ. ആ കേശുവിനവിടെ പഠിക്കുന്ന സമയം അവൻ തീറ്റയുടെ ആക്രാന്തമല്ലേ, ശ്രദ്ധ മൊത്തം തീറ്റയില്ലേ. അവിടെ മീൻ പൊരിച്ചാൽ ഓടി അവിടെ നടക്കണ വാരി നോക്കിക്കൊണ്ട്. ആരും അങ്ങനെ അടച്ച കേശുവിനെ കുറ്റം പറയാൻ നിൽക്കണ്ട പഠിത്തത്തിൻ്റെ കാര്യത്തിൽ. അവന് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിലൊക്കെ നല്ല മാർക്കായിരുന്നു. അതിന് കേശു മോശമാണെന്ന് ഇവിടെ ആക്കി പറഞ്ഞ. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞു വരുന്നത്? ബാക്കിയുള്ളവര് മോശമാണെന്നാ? ഞാൻ എന്ത് പഠിക്കാൻ മോശമായിരുന്നു അച്ഛാ? നീ മോശമൊന്നുമില്ല. അല്ല ഞാൻ അങ്ങനെ പറഞ്ഞാണ് ഉദ്ദേശിക്കണമെങ്കിൽ നീ അങ്ങനെ വിചാരിച്ചോ, അത് കുഴപ്പമൊന്നുമില്ല. എന്തിനാ വളച്ചേട്ടി പറയണേ? മുഖത്തേക്ക് മുഖം നോക്കിയല്ലേ ഇരിക്കുന്നത്, പറഞ്ഞൂടെ? എൻ്റെ നീ കിടന്ന് എൻ്റെ അടുത്ത് വഴക്കൂട്ടുന്നതിന് അല്ല, നിനക്ക് കുഴിപ്പുള്ള തോന്നിക്കൂടെ? ആ ഞാനിത് കേട്ടില്ലല്ലോ എന്ന് വിചാരിച്ചേ ഉള്ളൂ. കൊച്ചിന് 2 അക്ഷരം പറഞ്ഞു കൊടുക്കാൻ വന്ന എന്നെ കുഴിപ്പടത്തേക്ക് പറഞ്ഞു വിടണോ അല്ലേ? 6. കൊച്ചിനെ നീ പഠിപ്പിച്ച് കൊടുത്തില്ലേലും കൊച്ചു പഠിച്ചോളും, ഇല്ലെങ്കിൽ ഞാൻ കൊച്ചിനെ പഠിപ്പിച്ചു കൊടുക്കും. കൊച്ചിനെ ആരും പഠിപ്പിച്ചു കൊടുക്കാൻ കഷ്ടപ്പെടണ്ട, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം കൊച്ചിന്. എൻ്റെ മക്കൾ വാ, പഠിപ്പിച്ചു പറ്റാ അതില്ലേ? എന്നാ മക്കൾ വാ, നമുക്ക് പോവാം, പഠിക്കാം. വാ, നമുക്ക് കിച്ചണിൽ പോയിരുന്ന് പഠിക്കാം അല്ലേ? വേറെ പഠിപ്പിച്ച് കൊച്ചിനെ കൂടെ ഇല്ലാതാക്കാതെ. അവൾ ആവശ്യത്തിന് നല്ലോണമൊക്കെ പഠിക്കുന്നുണ്ട്. ആണോ? നഴ്സറിയിലല്ലേ ആയിട്ടുള്ളൂ. നഴ്സറി പഠിപ്പിച്ചാൽ അവിടെ എനിക്ക് ഡോക്ടറാകും. കുറച്ച് നാൾ മുന്നേ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്നെ ഡോക്ടറാക്കാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നാണല്ലോ. അതെ ആഗ്രഹമായിരുന്നു, പക്ഷെ പാഴായി പോയില്ലേ. ഇനി എൻ്റെ കൊച്ചിനെങ്കിലും ഞാൻ ആഗ്രഹിക്കട്ടെ, അവൾ ഡോക്ടറാവട്ടെ. നമ്മുടെ കുടുംബത്തിലെ ഡോക്ടർ നല്ലതല്ലേ? അതെ അതെ. കേശുവിനെ IPS കാരനാക്കണം. എന്തടി സ്വന്തം സഹോദരൻ IPS ആവണം, നിനക്കൊരു വിലയല്ലേ? അവനാ? ആ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. എന്നെ എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറൊക്കെ നോക്കിയാണ്. എല്ലാം ടെസ്റ്റ് പാസ്സായി. കാലിഞ്ച് കുറവ്, പൊക്കത്തിന് കാലിഞ്ച് കുറവായിപ്പോയി. അഡ്ജസ്റ്റ് ചെയ്യാന്ന്. ആ സാരല്ല, യോഗമില്ലെന്ന് വിചാരിച്ചാൽ മതി. എവിടെ ഇരുന്നാണ് അന്ന് കയറി ഞാനിപ്പോൾ IG ലെവലൊക്കെ എത്തിയാണ്. അതെ, ഞങ്ങൾക്ക് നല്ലൊരു ജോലിയും കൂലിയൊക്കെ ഉള്ളൊരു പോലീസുകാർ അച്ഛനെ കിട്ടിപ്പോയാനാ. അതെ അതിനെ പറയാൻ വന്നേ, അച്ഛനെ കിട്ടിയേനെ. പൊക്കമില്ല, പൊക്കത്തിലെന്ത് കാര്യമില്ലല്ലോ. എന്താണ് ആലോചിച്ചുണ്ടാക്കിയിരിക്കണം? അല്ല, ഒരു സമയത്തെ ഞാൻ ഈ കവിതയും കഥകളൊക്കെ എഴുതിക്കൊണ്ടിരുന്ന ഒരാളാണല്ലോ. അതെ അതെ, നിന്റെ കവിതകളൊക്കെ ചേച്ചി ഒന്ന് ശ്രീക്ക് അയക്കുമായിരുന്നു അങ്ങ് ഗൾഫിലായതപ്പം. അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് ശരി, അപ്പൊ എന്റെ കവിതയൊക്കെ ദുബായ് വരെ എത്തിയിട്ടുണ്ട്. യെസ്, കൊള്ളായിരുന്നു. പക്ഷേ ഇതൊക്കെ ഞാൻ അറിയുമായിരുന്നെങ്കിൽ ഞാൻ നിർത്തൂലായിരുന്നല്ലോ എൻ്റെ എഴുത്ത്, വീണ്ടും കണ്ടിന്യൂ ചെയ്തേനെ. മോയ്, ഞാൻ എൻ്റെ എഴുത്തൊന്ന് പൊടി തട്ടി എടുത്താലോ എന്ന് ആലോചിക്കുക. അത് വേണോ? നിന്റെ അനിയനെ കൊണ്ട് ഇവിടെ സഹിക്കാൻ പറ്റില്ല. കേശവ, അവനൊക്കെ എന്നെ അനുകരിച്ചാണ് എഴുതി തുടങ്ങിയത്. ആ അതവൻ്റെ റൈറ്റിങ്ങിൽ കാണാനും ഉണ്ട്. അമ്മായി, എൻ്റെ പുതിയ കവിതയുടെ പേരെന്താണെന്നറിയോ? ഇല്ല. അടുക്കളയിലെ സത്ത. അടുക്കളയിലെ സാത്താനാ? ആ ആയിരിക്കും, ചിലപ്പോൾ നീ ആയിരിക്കും. സാത്താനല്ലടോ, സത്ത എന്ന് വെച്ചാ ട്രൂത്ത്. ഓ അല്ല, ലാസ്റ്റത്തെ കവിതയുടെ പേരെന്തായിരുന്നു? ചിതലോർമ്മകൾ. എന്തെന്ന്? ചിതലോർമ്മകൾ. അതവിടെ ചിതലെടുത്തിരിക്കായിരിക്കും അല്ലേ? എന്നാ നടക്കട്ടെ. എവിടെ പോണു? പോണോടെ. അയ്യോ, അപ്പൊ എന്റെ കവിത ആര് കേൾക്കും? അത് നീ സ്വന്തമായിട്ട് എഴുതി വായിച്ചോ? ഇല്ല, അമ്മായി കേൾക്കണം. ഞാൻ എന്തിനു കേൾക്കണം? കുട്ടുമാവന്റെ വൈഫല്ലേ, കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ഓഹോ. ആ എന്ത് എന്താണ് ചേച്ചി നേരത്തെ പാറക്കുട്ടിയെ വലിയ കാര്യത്തിൽ പാപ്പിച്ചാൻ പോയിട്ട് അമ്മയും അച്ഛനും കൂടെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞു? അപമാനിച്ചു കിട്ടുന്നില്ല. ഞാൻ ആ കണക്കൊക്കെ പറഞ്ഞു കൊടുത്ത കൊച്ചിനെ ഒന്ന് ട്രാക്കിൽ കൊണ്ടുവന്നപ്പോഴേക്ക് അമ്മ ഒന്ന് തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോയെന്നാ? അമ്മ അവളെ പഠിപ്പിച്ചോളാന്നും പറഞ്ഞു കൊണ്ടുപോയി. അമ്മ അടുക്കളയിലെടുത്ത് ഭയങ്കര പഠിപ്പിക്കലാണ്, ചോറും വാരി കൊടുക്കാനാണ് പഠിപ്പിക്കുന്നത്. അതിപ്പോ ടീച്ചർ വിളിച്ചില്ലേ, അതുകൊണ്ട് ചേച്ചി കുറച്ച് സ്നേഹം കൂടുതലായിരിക്കും ഉള്ളടുത്ത്. എന്നാ പിന്നെ ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് ടീച്ചറിൻ്റെ അടുത്ത് വിളിക്കാൻ പറയാം. അങ്ങനെ വിളിച്ച് പറയിപ്പിച്ച് കഴിയുമ്പോഴേ അമ്മയ്ക്ക് എന്നോട് സ്നേഹം കൂടുമല്ലോ. വേണ്ടാത്ത പണിക്ക് പോണാ കേശുവേ. നിന്റെ സാറെങ്ങാനും വിളിച്ചതിന് അമ്മ നിന്നെ മടലെടുത്തു. അത് സത്യം. ഇവിടെ എന്തോരം സംസാരിച്ചോണ്ടിരുന്നോ? അടുക്കളയിലെ സത്ത, എന്റെ പുതിയ കവിത. ചത്ത സത്ത സത്ത ആ അങ്ങനെ കണ്ടല്ലേ ട്രൂത്ത്. ആ അത് എഴുതിക്കൊണ്ടിരിക്കുകയോ? ചേച്ചി എന്ത് ചെയ്യാൻ പോണ് പിന്നെ കവിത? എന്ത് നിനക്ക് മാത്രം എഴുതാൻ പാടുള്ളൂ, എനിക്ക് എഴുതി കൂടി? അല്ല, പൊടിയടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളെ തട്ടിപ്പടഞ്ഞത് പൊടിയടിച്ചെടുക്കാം, പക്ഷേ ഇത് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതേ. ചേച്ചി പിന്നെയും കവിത എഴുതാൻ പോകുന്നു അല്ലേ? വേണോ ചേച്ചി? അതെ, എന്നെ ഞാനും ചോദിക്കണം, എൻ്റെ ആവശ്യമുണ്ടോ? നിന്നെ കൊണ്ട് ഇവിടെ സഹിക്കാൻ പറ്റണല്ലേ. എൻ്റെ കവിതയ്ക്ക് എന്താ കുഴപ്പം? നിന്റെ കവിതയ്ക്ക് എന്താ കുഴപ്പമില്ലാത്ത? എൻ്റെ
ഏതെങ്കിലും മനുഷ്യന് നിന്റെ കവിത കേൾക്കാൻ കൊള്ളോടാ? കേൾക്കാൻ കൊള്ളു. അതുകൊണ്ടാണല്ലോ ചേച്ചി കൊണ്ട് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത്. അയ്യോ അതെന്നെ പൊട്ട വിധി, എന്റെ തലവിധി. അതല്ലെങ്കിലും ചേച്ചിയുടെ വിധി. അപ്പൊ നിങ്ങൾ തമ്മിലായിക്കോ, ഞാൻ അങ്ങോട്ട് പോകണം. എന്റെ സത്യം കേട്ടിട്ട് പോകുമ്പോ കേൾക്കണ്ട. കേൾക്കണം. എന്നാ പിന്നെ കേളി ചേച്ചിയുടെ ചത്ത്. അന്ന് എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്ത്? എനിക്ക് സന്ധ്യന്റെ അടുത്ത് സംസാരിച്ച് മൂട് പോയി. അല്ല അങ്ങനെ അങ്ങ് പോയാലോ. പറഞ്ഞങ്ങ് മൂങ്ങളൊക്കെ. എടോ നീ ഒരു മഹാൻ തന്നെടോ. താങ്ക് യു. അമ്മായി മഹാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്ത്? കിണ്ണ ഒരു സാധനം, എന്തോ കിട്ടിക്ക് മാസ്റ്റർ പീസ് ഒരു സാധനം ഞാൻ എഴുതിയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ട്. അവിടെ വലിച്ചേറിയിട്ടിരുന്ന പേറ്റുന്നുള്ള പട്ടി. അയ്യോ പേരതല്ല, പേര് ഞാനിന്ന് ഒരു ആൾട്രേഷൻ എത്തി ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ശുനക ഗദ്ഗതം. ഒരു മഹാനഗരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു നായയുടെ വിഷമങ്ങൾ, അതിൻ്റെ ഗദ്ഗതങ്ങൾ, അങ്ങനെ ഒരു വളരെ ഇമോഷണൽ റോളർ കോസ്റ്ററാണ്. നീ അത് എഴുതി, നീ തന്നെ വായിച്ച്, നീ തന്നെ കരഞ്ഞു. എഴുതി കഴിഞ്ഞു. അമ്മായി വായിച്ചാൽ മതി. എനിക്ക് വായിക്കണ്ട. സൂപ്പർ ലച്ചുവിനെ കൊണ്ടോട്. ലച്ചുവിനെ കൊണ്ടോട്. അതിനെ മനസ്സിലാക്കാനുള്ള വിവരം പോത്തൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ അമ്മായി എടുത്ത് പറയുന്നേ. എന്തരമ്മായി ഇത്? ഒന്നും അല്ലെങ്കിൽ ഇത്രയും കലാകാരന്മാരൊരു കുടുംബത്തിൽ വലിഞ്ഞു കയറി വലത് കാലെടുത്ത് വെച്ച് കയറി വന്ന ഒരമ്മായി അല്ലേ ഞാൻ വലിഞ്ഞു കയറി എന്ന് ഉദ്ദേശിച്ചത്. ഈ ശുനകനും ഇതേപോലെ വലിഞ്ഞു കയറി ഒരു നഗരത്തിൽ ചെന്ന് അകപ്പെടുന്നതാണ്. പറഞ്ഞത് അമ്മായിക്ക് ക്ലിയർ ആയല്ലോ. ഉരുളല്ലേ കൊള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എന്തേലും വെച്ചിട്ടുണ്ട്? ചിരിക്കണോടാ. വലിഞ്ഞു കയറിയല്ലേ, ശരിയാക്കി തരാം. അമ്മായി കവിത നല്ല സാധനമായിരുന്നത്. കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര. ഒന്നുകൂടെ പാടും മക്കളെ. കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര. ഓ പാറുല്ലേ അവള്? അതെ അതെ അതെ, നോക്കാം നോക്കാം. അത് ശരി. അവ പഠിച്ചോണ്ടിരിക്കുന്നു. പഠിക്കുകയും ചെയ്യും, കുഴപ്പമില്ല. ഞാൻ വിളിക്കാം. എൻ്റെ ആര് വിളിച്ച? ദർശൻ. അറിയുന്നു. എനിക്കറിഞ്ഞു. എന്ത് അറിഞ്ഞൂടെന്ന് പറഞ്ഞു? അറിഞ്ഞൂടാത്തോണ്ട്. ഞാൻ അന്നും ഒരു എന്താണ് ഇപ്പോഴും അതും ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ്. ഒന്നുമില്ലടാ, എൻ്റെ കുഞ്ഞിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തത് എൻ്റെ കയ്യിലെ തെറ്റ് തന്നെ. ചേച്ചി ചുമ്മാ ചേച്ചി, ഇവക്ക് കിട്ടുന്ന അത്ര ശ്രദ്ധ ഇവിടെ വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കൊച്ചിൻ്റെ കാര്യം ബാലുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ബാലുവിൻ്റെ ഒരു കുലുക്കം പോലും ഇല്ല. പിന്നെ ചേച്ചി എന്തോന്ന് പറയണേ? ചേച്ചിയെ പോലെ അളിയനും കൂടെ ഇവിടെ ടെൻഷൻ അടിച്ച് നടക്കാൻ എൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. ചേച്ചി നമ്മുടെ ദർശൻ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇവള് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. വെറുതെ കേൾപ്പിച്ചപ്പോഴത്തെ അവൻ്റെ അടുത്ത് പറയാണ് പാട്ട് പഠിപ്പിക്കുന്നുണ്ടോന്ന് ഇവളെ. ഒക്കെ വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. ചേച്ചി ഇവിടെ പാട്ട് പഠിപ്പിക്കാൻ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ അടിപൊളിയായിട്ട് പാടുന്നുണ്ട്. ചേർക്കാനൊക്കെ എളുപ്പമാണ് കാര്യം, പക്ഷെ കൊണ്ടുപോകാൻ ആളുണ്ടാവില്ലല്ലോ. എന്തോന്ന് പറയണേ ചേച്ചി, ഈ വീട്ടിലുള്ള അത്ര ആൾ വേറെ ഒരിടത്തും കാണൂല, പിന്നെ കൊണ്ടുപോകാൻ ആളില്ല. അത് ശരിയാണ് ചേച്ചി, നമുക്ക് മാറി മാറി ഇവിടെ കൊണ്ടാക്കാമല്ലോ. മാത്രമല്ല ഒരു ദിവസമൊക്കെ അല്ലേ വരുള്ളൂ ക്ലാസ് അല്ലേ? ഞാൻ ബാക്കി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചോളാം. ബാലുവിനോട് പറയാം. മക്കൾക്ക് ഇഷ്ടമുണ്ടോ പാട്ട് പഠിക്കാൻ ഇഷ്ടമുണ്ടോ? എനിക്കിഷ്ടമാണ് പാട്ട് പഠിക്കാൻ. നമുക്ക് അവൾക്ക് ഇഷ്ടമാണെന്ന്. ചേച്ചി ടീച്ചറിനെ കാണാൻ പോകണ്ടേ? നാളെ പോ. ഞാനും വരാമെന്നാ. ദർശ പറയടാ. മറ്റേത് സുദർശൻ അല്ലേ? ഒന്നുകൂടെ പാറൂട്ടാ, ഒന്ന് കേൾപ്പിച്ചോളൂ. കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര. നീ പാടും. കൊഞ്ചിച്ചിവ സയോണര കൊച്ചി 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 സയോണര. സൂപ്പർ. നിങ്ങളുണ്ടോ ഡാൻസിന്? ഇല്ല ഞങ്ങളൊന്നുമില്ല. ഞങ്ങളെ ജസ്റ്റ് ചിയർ ചെയ്യാൻ വേണ്ടി ഒരു സപ്പോർട്ടിങ് ആയിട്ട് അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ.
എടാ ഈ സൂപ്പർ സീനിയേഴ്സേ നിങ്ങളെ പിടിച്ച സ്റ്റേജൊക്കെ വൃത്തിയാക്കാൻ നടത്തിയിരിക്കണ വല്ല പണിഷ്മെന്റ് വല്ലതും ആണോ? എന്തൊരു പണിഷ്മെന്റ് എന്ന്? അവര് സീനിയേഴ്സ്, നമ്മളും സീനിയേഴ്സ് ആണല്ലോ. അവന്മാർക്ക് അല്ല, ആ ചേട്ടന്മാർ പറഞ്ഞു അവർക്ക് നിൽക്കാൻ ഒരു സപ്പോർട്ടിന് വേണ്ടി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു. സിമ്പിൾ, കഴിഞ്ഞ്. അവരുടെ ഗ്രൂപ്പിൽ നമ്മളും കൂടെ വേണമെന്ന് പറഞ്ഞു. നീ കണ്ടായിരുന്നോ അവരുടെ ഡാൻസ്? നീ അവരുടെ ഡാൻസ് നീ കണ്ടായിരുന്നോ? ഞാനാ? ഞാൻ കണ്ടു പഠിച്ചൊന്നുമില്ല, അവരെ കുറേ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അമ്മായി എന്തോ? അമ്മായി നാളെ ഫ്രീ ആണ്? ആണ്. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടേ. എന്നാ ഒരു കാര്യം ചെയ്യ്, ചേട്ടനും ചേച്ചിക്കും പ്രശ്നമില്ലെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് വിളി, നമുക്ക് ഇവിടെ ചെയ്യാം. എന്താ പറയണ ചേച്ചി? ചേട്ടാ എന്താ പറയണ്? എനിക്കെന്താ പ്രശ്നം? നീ കുട്ടിക്കൊണ്ട് പാടേ. വേണ്ട വേണ്ട വേണ്ട, ഈ വയസ്സാകാലത്ത് നീ അച്ഛനെ കൊണ്ട് അവരെ കൊച്ചു പിള്ളേരോട് ഡാൻസ് കളിക്കാനൊന്നും കൊണ്ടുവന്ന് നിൽക്കണ്ട. എടാ, ഇന്നാ നിന്റെ കൂട്ടുകാരോട് വന്നപ്പോഴേ അവർ പറയണ് എന്നെ കാണാൻ നിന്നെ പോലെ ഉണ്ടെന്ന്. അത് അളിയനെ കാണാൻ ചെറുപ്പമെന്നല്ല പറഞ്ഞേ, അളിയനെക്കാളിലും പ്രായം ഇവനെ കണ്ടാൽ തോന്നുന്നു. അങ്ങനെയാണ് ആടാ പറഞ്ഞത്. ഞാൻ പോണു. എന്ത് വെയിലാമ്മ. ഇതെവിടെ പോയാണല്ലോ ചേച്ചു? എന്റെ അമ്മയ്ക്ക് ഇച്ചിരി സമാധാനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പോയതാ. ഓ, കിട്ടിയോ? തരാൻ പറ്റുമോ എന്നിട്ട്? ഏകദേശം എത്ര കിലോ കിട്ടി? ഏകദേശം എത്ര കിലോ സമാധാനം കിട്ടി? അത്യാവശ്യം നല്ലോണം കിട്ടിയിട്ടുണ്ട്. അമ്മ, ഞാൻ പാറുവിന്റെ മറ്റേ മായ ടീച്ചറും ദിവ്യ ടീച്ചറൊക്കെ ഉണ്ടല്ലോ, അവരെ കാണാൻ പോയതാ. ആണോ? എന്നിട്ട് അമ്മയുടെ പേടി എന്താന്നൊക്കെ എനിക്ക് മനസ്സിലായി. പാറുവിന് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാര്യം അമ്മ എന്താ വിചാരിച്ച അവക്ക് വല്ല ADD ആണെന്നാ? ADD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. അതായത് ഒരു പെർട്ടിക്കുലർ തിങ്ങിലേക്ക് ഒരാൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. എനിക്കറിയായിരുന്നു, ഞാൻ ചുമ്മാ ചോദിച്ചത്. അതൊന്ന് വിശദമാക്കി പറഞ്ഞു കൊടുക്കുക. തന്നെ ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല, ആ ഒരു അവസ്ഥയാണ്. ഇപ്പൊ പാറു ചേച്ചി വിചാരിക്കണം പാറുവിന് ADD ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിത്തത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതിനാണ് പറയണത്. എന്തെങ്കിലും സ്വപ്നം കണ്ടോണ്ടിരിക്കുക അല്ലേ? അതെ, സോൺ ഔട്ട് ആയി പോവുക. അതായത് നമുക്ക് ഒരു കാര്യത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റും. ടീച്ചർ പറയുന്ന വർക്കുകൾ കൃത്യമായ സമയത്ത് ചെയ്തു കൊടുക്കാതിരിക്കുക. അവള് കൊച്ചല്ലേ അളിയ? ആണെങ്കിലും കുട്ടികളിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. പിന്നെ മാതാപിതാക്കൾ തക്ക സമയത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും. ഇനിയിപ്പോ ADD ഉണ്ടെങ്കിൽ തന്നെ അങ്ങനത്തെ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി കഴിവുകളായിരിക്കും. പഠിത്തം മാത്രമല്ലല്ലോ ചേച്ചി ഇൻട്രസ്റ്റ്. കുട്ടികൾക്ക് പിന്നെ പാട്ട്, ഡാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് മനസ്സിലായിട്ടൊന്നും അല്ലടാ, ഒരമ്മയുടെ ഉള്ളിൽ ആദ്യം അതെനിക്ക് ഉണ്ടാവൂലേ? ആദ്യം ഉണ്ടാവണമല്ലോ. അതിനൊരു സൊല്യൂഷൻ കാണാനല്ലേ ഞാൻ പോയത്. പക്ഷേ ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ വേറൊരാൾ ഓടിച്ചാടി അവിടെ എത്തിയായിരുന്നു. മായ ടീച്ചറിനെ കണ്ട് സംസാരിച്ചു, മറ്റേ ടീച്ചർ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അല്ല അച്ഛൻ? ചേച്ചി അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി പഠിപ്പിച്ച അവൾ ശ്രദ്ധിച്ചിരുന്നോളും. അതിപ്പം കണ്ടിട്ടില്ലേ, ചിലവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. അതുപോലെ അപ്പൊ പേടിക്കണ്ട എന്നാണ് എല്ലാരും പറയുന്നത്. അമ്മ, ടീച്ചറിനൊക്കെ പാറുവിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് അറിയോ? എന്നിട്ട് ഈ മായ ടീച്ചർ എന്തിനാണ് എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ടെൻഷൻ ആക്കിയത്? എങ്ങനെ പറയാതിരിക്കും, നോൺ സ്റ്റോപ്പ് വർത്താനം, മഹാവായാടിയാന്നാ പറഞ്ഞത്. നമ്മുടെ ഇടയിൽ നിന്നല്ലേ പറഞ്ഞത്, കുറ്റം പറയാൻ പറ്റൂല. അല്ല ബാലു, നിങ്ങൾ ഈ പാറുവിന്റെ ടീച്ചറിനെ കാണാൻ പോയപ്പോ എന്നോട് പറയാണ്ടിരുന്നെന്താ? എൻ്റെ പിള്ളേർക്ക് എന്ത് പ്രശ്നം വന്നാലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, ഈ ബാലുവിന് നന്നായിട്ട്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.